ഇടപ്പള്ളി ജംഗ്ഷനിൽ പോലും പോലീസിൻ്റെ ക്യാമറകൾക്ക് റെക്കോർഡിംഗ് സംവിധാനമില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഈ റെക്കോർഡിങ്ങിന് ചെയ്യുന്ന ക്ലൗഡിൻ്റെ പൈസ സർക്കാർ അടച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒന്നാം മാസം തികയുന്ന സമയത്ത് 17-ാം തീയതി വൈകിട്ട് ഈ വിനുവിൻ്റെ സുഹൃത്തുക്കളെല്ലാം ചെന്ന് ഈ കുന്നുംപുറം പാലത്ത് അപകടം നടന്ന സ്ഥലത്ത് മെഴുകുതിരി അത് കത്തിക്കുകയാണ്. മകൻ്റെ മരണത്തിന് ഉത്തരവാദിയായവരെ ഒന്ന് കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് പോലീസിനോട് അവർ യാചിക്കുകയാണ്. അത്തരം യാചനകൾ പോലും പോലീസുകാർ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറേ നാളിന് ശേഷം ഇതിൻ്റെ അകത്ത് പ്രതികൾ ഈ ഇടിച്ചിട്ട വാഹനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഡെമ്മി പ്രതികളെ പോലീസ് ഉണ്ടാക്കും. ചേട്ടാ, അപ്പം കൊച്ചിയിലെ ഓൺലൈൻ സോഷ്യൽ മീഡിയ മാനേജറായിട്ടുള്ള നമ്മുടെ വിനു മരിച്ചിട്ട് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ട് ഇന്നൊക്കെ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തെങ്കിലും യാതൊരുവിധ നടപടിയിലും വന്നിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എന്തോ ആയി കേസിൻ്റെ വിധി അല്ലെങ്കിൽ കേസ് എവിടം വരെ എത്തിയെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ഓൺലൈൻ സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഇനി എന്തായിരിക്കും അടുത്ത നടപടി? എങ്ങനെയായിരിക്കും വിനുവിൻ്റെ അപകടത്തെ കാണുന്നത്? ഈ വിനുവിൻ്റെ മരണം എന്ന് പറയുന്നത് കൊച്ചിയിലെ ഓൺലൈൻ മീഡിയ പ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കവും ദുഃഖവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു വാർത്ത ഞാൻ അറിയുന്നത് പറയാം. ഞാൻ എൻ്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നാട്ടിലാണ്, കണ്ണൂരിലാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഇടയാണ്, ഒരു 9 മണി 9 സമയത്താണ് രോഹിത് വിളിച്ചിട്ട് പറയുകയാണ്, അർജുനെ, വിനു മരണപ്പെട്ടു. കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് എങ്ങനെയെന്ന് ചോദിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം രോഹിത് അവിടെ നിന്ന് ഹലോ നീ കേൾക്കുന്നുണ്ടോ എനിക്ക് നാവൊക്കെ കുഴഞ്ഞു പോയിട്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റാത്ത നിലയിലേക്ക് അങ്ങ് ഞെട്ടിപ്പോയി. അത്രയൊരു ഞെട്ടലായിരുന്നു. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത്. ആക്സിഡൻ്റ് ആയിരുന്നു, ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയില്ല, ഇത്ര മാത്രമാണ് വിവരം കിട്ടിയേക്കുന്നത്, നീ കൂടെ ഒന്ന് പെട്ടെന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൊച്ചിയിലെ പെട്ടെന്ന് തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ, അതേപോലെ തന്നെ എളമക്കര പോലീസ് സ്റ്റേഷൻ, ഈ 2-3 പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്ന് പടപട മാറി ഞാൻ വിളിക്കുകയാണ്, എവിടെയെങ്കിലും ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നു, ഒരു ആക്സിഡൻറ്റ് കുന്നുംപുറത്തുണ്ടായിട്ടുണ്ട്, അമൃതയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ ഇവിടുന്ന് പോയിട്ടുണ്ട്, ആരാണ് കൂടെ പോയത്? മനോജ് സാറാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അമൃതയിലെ PROനെ പെട്ടെന്ന് വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഒരു അപകടം നടന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, വിനു എന്നാണ് പേര്, കയ്യിലുണ്ടായിരുന്ന ആ കാർഡിനകത്തുനിന്ന് പേര് കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. മീഡിയ പേഴ്സൺ ആണെന്ന് തോന്നുന്നു, ഒരു മീഡിയ ഇതുള്ള വണ്ടിയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മാത്രമാണ് അറിയുന്നത്. അതിനുശേഷമാണ് ഈ സംഭവത്തിൻ്റെ കൂടുതൽ വ്യക്തത വരുന്നത്. അതായത് വിനു അവൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് സുഖമില്ലാത്തതിനെ തുടർന്ന് അന്ന് രാവിലെ 17-ാം തീയതി രാവിലെ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അമ്മേനെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ ഓഫീസിൽ നിന്ന്, അവൻ്റെ താമസ സ്ഥലത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് അവൻ ഒബ്സ്ക്യൂറ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ വിവിധ ഓൺലൈൻ ചാനലുകളുടെ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ചാനലായിട്ടുള്ള ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ മാനേജർ വിനു ആയിരുന്നു. അങ്ങനെ ഒട്ടനവധി ഓൺലൈൻ മാധ്യമങ്ങളിൽ, പിന്നെ പ്രത്യേകിച്ച് ചില സിനിമാ താരങ്ങളുടെ, ചില സംവിധായകരുടെ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയിരുന്നത് വിനുവായിരുന്നു. ചേട്ടനായിട്ട് എത്ര വർഷത്തെ പരിചയമുണ്ട് വിനു? ഞാനുമായിട്ട് വളരെ കുറച്ച് വർഷത്തേ ഉള്ളൂ, ഒരു 3-4 വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. കേവലം 26 വയസ്സ് മാത്രമേ ഉള്ളൂ. വളരെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ, അവൻ്റെ വീട്ടിലേക്ക് പലപ്പോഴായിട്ടും നമ്മൾ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവനെ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു താല്പര്യം കാണിക്കാത്ത പോലെയൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ വിനു മരണപ്പെട്ട് ചടങ്ങുമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഒരു വളരെ ചെറിയൊരു മൺകട്ട കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു വീട്, ഒരു ഒറ്റമുറി വീട്, മൺകട്ട കൊണ്ട് അതിന് മുകളിൽ ടാർപോളിനൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞു വീട്. ആ വീടിൽ നിന്ന് ആണ് വിനു വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പം തന്നെ വലിയ സങ്കടമായിരുന്നു. മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് വിനുവിനോടുള്ള വലിയൊരു സങ്കടമെന്ന് പറയുന്നത്, എൻ്റെ അച്ഛനും ദീർഘകാലമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണ്, ഒരു 46-47 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണ് മരണപ്പെടുന്നത്. ഡിസംബർ 4-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഒട്ടേറെ ബുദ്ധിമുട്ടിയിരുന്നു. ഏകദേശം 10-19 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ മാത്രം ട്രീറ്റ്മെൻറ്റിന് ചിലവായിരുന്നു. ആ സമയത്ത് വിനു ഒരു ദിവസം എനിക്കൊരു 2000 രൂപ അയച്ചു തന്നിട്ട് എന്നോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ അയക്കാൻ വേണ്ടിയിട്ട്, ചേട്ടനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്,
പക്ഷേ എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ, ഒരു വർക്ക് ഉടനെ റെഡി ആവുന്നുണ്ട്, ആ വർക്ക് റെഡിയായി കഴിഞ്ഞ് ഞാൻ ചേട്ടന് കുറച്ചും കൂടെ പൈസ അയച്ചു തരാം കേട്ടോ, അച്ഛനെ എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് പറഞ്ഞിട്ട് വിനു എനിക്ക് അങ്ങനെ ഒരു 2000 രൂപ അയച്ചു തന്നു. അത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് വരുന്നത്. അവൻ ഈ ഇത്രയും പ്രാരാബ്ധത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഒരു ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും വന്നിട്ടും അവൻ്റെ ആ 2000-ന് എനിക്കൊരു 2 ലക്ഷത്തിൻ്റെ വാല്യൂ ആണ് ഇപ്പം തോന്നുന്നത്, അവൻ്റെ വീട്ടിൽ പോയതിന് ശേഷം തോന്നുന്നു. ആ അത്രയുണ്ടായിരുന്ന വിനു, ആ വിനു ഈ പറയുന്ന രാവിലെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ കുന്നുംപുറം പാലത്തിൽ വെച്ച് അപകടം നടക്കുന്നു. അവിടെ വെച്ച് ബൈക്കുകളാണ് കൂട്ടിയിടിക്കുന്നത്. ഒരു സ്കൂട്ടിയും പിന്നെ ഒരു ബൈക്കും ഈ വിനുവിൻ്റെ വണ്ടിയും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. അവിടെ വെച്ച് വിനു തൽക്ഷണം തന്നെ മരിക്കുകയാണ്. മരിച്ച് പക്ഷേ ഈ വാഹനങ്ങൾ നിർത്താതെ പോവുകയാണ്. തുടർന്ന് പുറകെ വന്ന ഓട്ടോ ഡ്രൈവറാണ് വിനുവിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മരിച്ചു എന്ന് പറയുന്നു. രാവിലെ 8 മണി സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. 8 മണി 8:05 ആ സമയത്താണ് നടക്കുന്നത്, കുന്നുംപുറം പാലത്തിൻ്റെ സൈഡിൽ വെച്ച്. അതിൻ്റെ CCTV വിഷ്വൽസ് പോലീസിന് ഒന്നും തന്നെ പ്രത്യേകിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. CCTV വിഷ്വൽസ് ലഭിച്ചു, പക്ഷേ ഈ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് വ്യക്തമാകുന്ന ഒരു CCTV വിഷ്വൽസ് പോലും ലഭിച്ചില്ല എന്നാണ് എളമക്കര പോലീസ് വ്യക്തമാക്കിയത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു കൗതുകം എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അരുണിമ, ഈ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം കോടികൾ മുടക്കി ക്യാമറകൾ വെച്ചിരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ. കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഇടപ്പള്ളി എന്ന് പറയുന്നത്. കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ വൈറ്റിലയാണ്. വൈറ്റില കഴിഞ്ഞാൽ തൊട്ടടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇടപ്പള്ളി എന്ന് തന്നെ പറയാം. NHലെ പ്രധാനപ്പെട്ട ജംഗ്ഷനും കൂടിയാണ്. ഈ പറയുന്ന ഇടപ്പള്ളി ജംഗ്ഷനിൽ പോലും പോലീസിൻ്റെ ക്യാമറകൾക്ക് റെക്കോർഡിംഗ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി വ്യക്തിപരമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ നിസ്സഹായാവസ്ഥ നമ്മളോട് പറയുകയാണ്, ഈ റെക്കോർഡിങ്ങിന് ചെയ്യുന്ന ക്ലൗഡിൻ്റെ പൈസ സർക്കാർ അടച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം അരുണിമ, എറണാകുളം പോലത്തെ മെട്രോ സിറ്റിയിൽ കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായിട്ടുള്ള ഇടപ്പള്ളിയിൽ വെച്ച് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെടുന്ന വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമാകുന്ന തരത്തിലേക്ക് അത്രയും ക്വാളിറ്റിയുള്ള ഒരു CCTV വിഷ്വൽ പോലീസിൻ്റെ പക്കലില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമറയിൽ റെക്കോർഡിംഗ് സംവിധാനം മാത്രമേ, ലൈവ് സംവിധാനം മാത്രമേ ഉള്ളൂ എന്ന് പോലീസ് പറയുന്ന നിസ്സഹായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വലിയ ഞെട്ടലുണ്ടായത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ക്യാമറകൾക്ക് ആ വിഷ്വൽ കിട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകൾ പരിശോധിക്കുക എന്ന് പറയുന്നതാണ്. ആ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഒന്നിലും തന്നെ ഈ നമ്പർ പ്ലേറ്റ് വ്യക്തമാകുന്ന തരത്തിലേക്കുള്ള വിഷ്വൽസ് കിട്ടിയിട്ടില്ല. എന്തോ അവ്യക്തമായി അവിടെ ഒരു സംഭവം നടക്കുന്നു എന്ന നിലയിലല്ലാതെ അതിനപ്പുറത്തായിട്ട് ഒന്നിൻ്റെയും വിഷ്വൽസ് കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ ആ സമയത്ത് അതിലേ പോയിരുന്ന വാഹനങ്ങളുടെ ഡാഷ് ക്യാമകളിൽ നിന്ന് പോലും ഇത്തരം വിഷ്വൽസ് ഉണ്ടോ എന്ന കാര്യം പോലീസിന് പരിശോധിക്കാൻ വേണ്ടി അതിലെ പോയിരുന്ന തൊട്ടടുത്തിട്ടുള്ള ഏതെങ്കിലും CCTV വിഷ്വലിൽ നിന്ന് ക്ലാരിറ്റിയുള്ള ഫുട്ടേജ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് വാഹനങ്ങളുടെ നമ്പർ എടുത്ത് ആ വാഹനങ്ങളെ ബന്ധപ്പെട്ട് അവിടെ ഈ ഇത്തരത്തിൽ CCTV നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡാഷ് ക്യാം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് ആ ഡാഷ് ക്യാമിൻ്റെ വിഷ്വൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ പോലീസ് ചെയ്തിട്ടില്ല. ഏതൊക്കെയോ വാഹനങ്ങളെ വിളിച്ചു വരുത്തി വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നല്ലാതെ പോലീസിന് ഇതിൽ നിന്ന് യാതൊരു സാധനവും ഈ പറയുന്ന വാഹനങ്ങളുടെ നമ്പർ വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്ന് കേൾക്കുമ്പോഴാണ് വലിയ സങ്കടം ഉണ്ടാകുന്നത്. ആലോചിക്കണം, കണ്ണൂർ ജില്ലയുടെ, കാസർഗോഡ് ജില്ലയുടെ അല്ലെങ്കിൽ ഇടുക്കിയുടെ, വയനാടിൻ്റെ ഏതെങ്കിലും റൂറൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. അല്ലെങ്കിൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് കിട്ടാത്ത ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല. കൊച്ചി വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയിൽ ഉണ്ടായിട്ട സംഭവമാണ്. ഇതിൻ്റെ അകത്ത് അടിയന്തരമായിട്ട് പോലീസിനെ ഇനി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ടവർ ഡംപ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. ഈ ടവർ ഡംപ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം കഴിഞ്ഞ കോഴിക്കോട് ഒരു അപകടം, ഒരു കുട്ടിയെ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയി 1 വർഷത്തിന് ശേഷം ആ കുട്ടിയുടെ വാഹനം ഇടിച്ചിട്ട് വാഹനം നമ്മൾ കണ്ടെത്തിയ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. ഏഷ്യാനെറ്റാണ് ആദ്യം അത് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്. ആ വാഹനം അന്ന് കണ്ടെത്തിയത് എന്ന് പറയുന്നത് ടവർ ഡംപ് എടുത്ത് തന്നെയാണ്. ഈ ടവർ ഡംപ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത പ്രദേശത്ത് നിശ്ചിത സമയത്ത് അവിടെ ആരൊക്കെ ഫോൺ ആക്റ്റീവായിരുന്നോ, ഈ ടവറിൻ്റെ കീഴിൽ ഇന്ന പ്രദേശത്ത് എത്ര ഫോണുകൾ ആക്റ്റീവായിരുന്നു, അതിൽ നിന്ന് ഏതൊക്കെ ഫോണുകളിൽ കോളുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഡാറ്റ
ഈ പറയുന്ന പ്രൊവൈഡറുകളുടെ കയ്യിലുണ്ടാവും, ഡാറ്റ പ്രൊവൈഡറുകളുടെ കയ്യിലുണ്ടാവും. ആ പ്രൊവൈഡറുകളുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഡാറ്റ എടുക്കുന്ന ഒരു ഓപ്ഷനാണ് ടവർ ഡംപ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒട്ടേറെ കേസുകളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടാവുക ഒരു കാര്യം എന്ന് തോന്നുന്നത്, നമുക്ക് പോലീസിനെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി എനിക്ക് തോന്നാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, എളമക്കര പോലീസ് സ്റ്റേഷനൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാത്തതിനെ തുടർന്നുണ്ടാകുന്ന പ്രോബ്ലംസ് അവിടെ കാര്യമായി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ച്, അതിന് കാര്യമായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു ടീമിനെ നിയോഗിച്ച് ഒരു സ്പെഷ്യൽ ടീം, അതൊരു SIT തന്നെ രൂപീകരിച്ച് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നതിനെ. പക്ഷേ അവർ ഒട്ടനവധി കേസുകൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരു MACT കേസായിട്ട് ഈ കേസിനെ കണ്ടുകൊണ്ട് ആ ഒരു കേസ് എന്ന നിലയിലുള്ള ലാഘവമായിട്ടുള്ള ഒരു ശ്രദ്ധ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഈ ബോച്ചയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ധൃതിയുണ്ടല്ലോ, ഈ നടിമാരൊക്കെ കൊടുക്കുന്ന നടിമാരൊക്കെ പരാതി കൊടുക്കുന്ന സമയത്ത് ആ കേസിൻ്റെ അകത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൻ്റെയോ മറ്റ് റിപ്പോർട്ടുകളൊന്നും വരുന്നതിന് മുമ്പ് തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് പോലീസ് ആ കേസിൻ്റെ അകത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടെങ്കിലും അറസ്റ്റിലേക്ക് പോകുന്നു എന്ന നിലയിലുള്ള ആ ഒരു ജാഗ്രത ഒരു കൊലപാതകം അല്ലെങ്കിൽ പോട്ടെ ഒരു മരണം നടന്നിട്ട്, അപകട മരണം നടന്നിട്ട് ആ സംഭവത്തിൽ പോലും കാണിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ അകത്ത്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാളിന് ശേഷം ഇതിൻ്റെ അകത്ത് ഈ ഇടിച്ചിട്ട വാഹനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഡെമ്മി പ്രതികളെ പോലീസ് ഉണ്ടാക്കും. ആ ഡെമ്മി പ്രതികൾക്ക് ഈ ഇൻഷുറൻസ് കിട്ടുന്നതിൻ്റെ ക്ലെയിമിൻ്റെ ഇത്ര % കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്മിയും പോലീസും ഇവരെല്ലാം തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നാടകം നടക്കും. അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് നാടകമാണ് ഇത്തരം കേസുകളിൽ സ്വാഭാവികമായിട്ടും അവസാനമായിട്ട് നടക്കാറ്. നമ്മൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്നൊക്കെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിലൊക്കെ നടക്കുന്ന പോലെയുള്ള ഒരു ഡ്രാമ സാധനം നടക്കും. അത്തരം ഒരു സ്ഥാനത്തിലേക്ക് ഈ വിഷയം എത്തിക്കോട്ടെ, പ്രതികളെ കിട്ടിയില്ലെങ്കിൽ എന്താ എന്നുള്ള ഒരു ചോദ്യം പോലീസിൻ്റെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ശക്തമായി ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 1-ാം മാസം തികയുന്ന സമയത്ത് 17-ാം തീയതി വൈകിട്ട് ഈ വിനുവിൻ്റെ സുഹൃത്തുക്കളെല്ലാം ചെന്ന് ഈ കുന്നുമുറം പാലത്ത് അപകടം നടന്ന സ്ഥലത്ത് മെഴുകുതിരി കത്തിക്കുകയാണ്. വിനുവിൻ്റെ അമ്മയും ഉൾപ്പെടെയുള്ളവർ, സഹോദരിമാർ ഉൾപ്പെടെയുള്ള 2 സഹോദരിമാരാണ് ഉള്ളത്. അമ്മയും അച്ഛനുമുണ്ട്. അവരെല്ലാവരും തന്നെ എത്തുകയാണ് ഈ ഒരു പരിപാടിയിലേക്ക്. ഈ അമ്മ കൊച്ചിയിലെ SP ഓഫീസിലും ഒപ്പം തന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി മടുത്തു. സ്വന്തം മകൻ്റെ മരണത്തിന് ഉത്തരവാദിയായവരെ ഒന്ന് കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് പോലീസിനോട് അവർ യാചിക്കുകയാണ്. അത്തരം യാചനകൾ പോലും പോലീസുകാർ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ കണ്ടിട്ടും അതിനെ കണ്ട പോലെ നടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇനി ഇത്തരം ഈ കേസുകളിൻ്റെ ഒരു ഭാവി എന്താണെന്ന് അനുമതി നേരത്തെ ചോദിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇനി കോടതി വഴിയൊക്കെ നമുക്ക് പോകേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് പറയുന്ന ഇൻഷുറൻസ് ക്ലെയിം പോലും കിട്ടണമെങ്കിൽ ആ പറയുന്ന മറ്റേ ഉത്തരവാദികളായിട്ടുള്ള വാഹന ഉടമകളെ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ വാഹനം ഓടിച്ചവരെ കണ്ടെത്തണം. അപ്പോൾ ഈ വാഹനം ഓടിച്ച ആൾക്കാരെ കണ്ടെത്തിയില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുക? ഈ വാഹനം ഓടിച്ചവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്ന കാര്യത്തിൽ ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അതിനിടയിൽ അത് നിയമപരമായിട്ട് കാര്യമാണ്. അത്തരം കാര്യങ്ങളിലെ കുറച്ചും കൂടെ എനിക്ക് അവ്യക്തത കുറവുണ്ട്. എങ്കിലും പ്രാഥമികമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ക്ലെയിം കിട്ടാത്ത ഒരുപാട് കേസുകളുണ്ട്. ഏതൊരു ഇൻഷുറൻസ് കമ്പനിയും ഇത്തരം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഇൻഷുറൻസ് പരമാവധി കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് അവർ ശ്രമിക്കാറ്. സ്വാഭാവികമായിട്ടും എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇത്തരം കേസുകളിനകത്ത് അവർ തന്നെ ഒരു പ്രൈവറ്റ് ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കുന്ന സാധ്യതയൊക്കെയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അത്തരം അന്വേഷിപ്പിച്ചതിൻ്റെ ഒരു വാദഗതികളൊക്കെ ഇത് ഒരു കോടതിയിലേക്ക് എത്തുന്ന ഘട്ടത്തിലേക്ക് അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇൻഷുറൻസ് കൊടുക്കാതിരിക്കുക എങ്ങനെയും എന്ന രീതിയിൽ തന്നെയാണ് വിനുവിനെ പോലുള്ളവർക്ക് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടേണ്ടത്. അല്ല, വിനുവിന് ഇൻഷുറൻസ് കിട്ടേണ്ടതാണ്. ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ പോലീസ് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിലേക്ക് ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ നമ്മൾ ഈ മറ്റു പല സിനിമകളിലും കണ്ടിട്ടുള്ള പോലെ ഡെമ്മി പ്രതികളെ അവിടെ ഉണ്ടാക്കണം, അതിനുവേണ്ടി സാക്ഷികളെ ഉണ്ടാക്കണം വ്യാജമായിട്ട്. അത്തരം രീതികളിലേക്ക് പോകണം. പക്ഷേ വിനുവിനെ സംബന്ധിച്ച് വിനുവിൻ്റെ സുഹൃത്തുക്കളെല്ലാം മാധ്യമപ്രവർത്തകരാണ്, വിവിധ ചാനലുകൾ വർക്ക് ചെയ്യുന്നവരാണ്, ഇതിന് മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുള്ളതാണ്. അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൻ്റെ ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിന് ഒരു സ്പെഷ്യൽ SIT ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ കൊച്ചി
പോലീസ് ഉണ്ടാക്കിയെടുത്തോണ്ട് ഇനി ടവർ ഡംപ് ഇനി സ്വാഭാവികമായിട്ടും CCTV വിഷ്വൽസ് കിട്ടാനുള്ള സാധ്യത ഇനിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ബാങ്കുകളിൽ അത്തരം സ്ഥാപനങ്ങളിലൊക്കെയാണ് ഒരു മാസത്തിൽ കൂടുതൽ ഇതിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടാവുള്ളൂ. സാധാരണ രീതിയിൽ ഒരു 10 ദിവസമോ 15 ദിവസമോ ഒക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇനി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ച് കഴിഞ്ഞാലും CCTV വിഷ്വൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓവർ റൈറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും ഈ CCTV വിഷ്വൽസ് കണ്ടെത്തുക എന്നുള്ള കാര്യം ഇനി വലിയ ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അത്തരം അപകടം നടന്നതിൻ്റെ ഒരു വിഷ്വൽസ് എടുത്ത് പ്രത്യേകം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. ആ വിഷ്വൽസ് അങ്ങനെ സേവ് ചെയ്ത് വെച്ചോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയ്ക്കും അധികം വാർത്തയിൽ ശ്രദ്ധ നേടിയ ഒരു വിഷയം എന്ന നിലയിൽ നമ്മൾ അതിൻ്റെ ആരുടെയെങ്കിലും കയ്യിൽ ഇതിന് വിഷ്വൽ ഉണ്ടോ എന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തിയ സാഹചര്യത്തിലും ആരെങ്കിലും തന്നെ അയച്ചു തരേണ്ടതാണ്. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ടവർ ഡംപ് എടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിൽ കാണാൻ വേണ്ടി ഉള്ളൂ. അല്ലെങ്കിൽ അന്ന് അപകടം നടന്ന ആ സംഭവത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ഇതിൻ്റെ സാക്ഷികളായി ഉണ്ടാവുന്നവരെ ആ വണ്ടി നമ്പർ ഓർത്തെടുത്ത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വണ്ടി ഇടിച്ചിട്ടവർ തന്നെ കുറ്റബോധം കൊണ്ട് നേരിട്ട് വന്ന് ഞങ്ങളാണ് ഇത് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഇന്ന് അവനെ തൂക്കിക്കൊല്ലാനൊന്നും ഒരിക്കലും പോകുന്നില്ല. അത്തരം സംവിധാനങ്ങളോ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു ആക്സിഡൻറ്റ് കേസാണ്. ആക്സിഡൻറ്റ് ഏത് നിമിഷവും എവിടെയും വെച്ചോ ആർക്കും സംഭവിക്കാം. നമ്മുടെ അശ്രദ്ധ കൊണ്ടും ഉണ്ടാകാം, മറ്റൊരാളുടെ അശ്രദ്ധ കൊണ്ടും ഉണ്ടാകാം. പിന്നെ ഇതെല്ലാം തന്നെ ഒരു കാര്യങ്ങളെല്ലാം ഓടുന്നതെല്ലാം മെക്കാനിസം ആണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാകും. അവരെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. പക്ഷേ അവർക്ക് കുറ്റബോധം കൊണ്ട് എപ്പോഴെങ്കിലും വന്ന് ഹാജരായി ഇതിനെക്കുറിച്ച് പറയാം. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ തന്നെയാണ് വിനുവിൻ്റെ ജസ്റ്റിസ് ഫോർ വിനു ആക്ഷൻ കൗൺസിൽ തീരുമാനം എടുത്തിരിക്കുന്നത്.